2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുൻപ് രാമക്ഷേത്രത്തിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുന്നതിനു വേണ്ടി നരേന്ദ്രമോദി നടത്തിയ രാമക്ഷേത്ര പ്രതിഷ്ഠാ നാടകം ആരും മറന്നിട്ടുണ്ടാവില്ല. അന്ന് പണി ഒരിടത്തും എത്താത്ത രാമക്ഷേത്രത്തിന്റെ പണി ഇപ്പോൾ പൂർത്തിയായപ്പോൾ വീണ്ടും നരേന്ദ്രമോദി രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് ശ്രമിക്കുകയാണ്. രാമക്ഷേത്രത്തിന്റെ കൊടിയുയർത്തൽ ചടങ്ങിനായാണ് നരേന്ദ്രമോദി വീണ്ടും അയോധ്യയിൽ എത്തിയത്. ഇപ്രാവശ്യം ഒട്ടും കുറച്ചില്ല, ഒരു വലിയ റോഡ് ഷോ നടത്തിയാണ് മോദിയുടെ രാമക്ഷേത്ര പതാക ഉയർത്തൽ ഷോ അല്ലെങ്കിൽ നാടകം ഇപ്രാവശ്യം അരങ്ങേറിയത്. എന്നാൽ ജനങ്ങളൊന്നും ഇതിൽ കാര്യമായ താല്പര്യം കാണിച്ചില്ല എന്നുള്ളതാണ് മോദിയുടെ ഈ റോഡ് ഷോയ്ക്ക് ലഭിച്ച പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. അതിന്റെ കാര്യങ്ങളും അതുപോലെ ഇവിടെ തെളിഞ്ഞു പ്രകടമായ മോദിയുടെ ചില ആരോഗ്യ കാര്യങ്ങളും നമുക്ക് വ്യക്തമായി കാണുകയും അവലോകനം ചെയ്യുകയും ചെയ്യാം. അതുപോലെ ജനങ്ങളുടെ പണം കൊണ്ട് നടത്തുന്ന ദൂരദർശൻ ഇവിടെ യാതൊരു നാണവുമില്ലാതെ മോദിക്ക് വേണ്ടി വൃത്തികെട്ട PR വർക്ക് നടത്തുന്നതും വ്യക്തമാക്കി തരാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത, ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. എന്തുകൊണ്ടാണ് രാമക്ഷേത്രത്തിന്റെ കൊടിയുയർത്തൽ ചടങ്ങിന് പോകുമ്പോൾ വലിയ ആഹ്ലാദത്തോടെ മോദി റോഡ് ഷോ നടത്തുന്നത്? ഇതിലെ ഔചിത്യം എന്താണ്? ഇതിന് കൃത്യം 15 ദിവസം മുൻപ് നവംബർ 10-നാണ് ഡൽഹിയിൽ വലിയ തീവ്രവാദ ആക്രമണമുണ്ടായി വളരെയേറെ ഇന്ത്യക്കാരുടെ ജീവൻ നഷ്ടപ്പെടുന്നത്. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ ജമ്മു കാശ്മീരിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ തീവ്രവാദാക്രമണം ഉണ്ടായി വളരെ ആളുകൾ കൊല്ലപ്പെട്ടു. എന്നാൽ അവിടെ ആക്രമണത്തിന് ഉപയോഗിച്ച സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്ത് സ്റ്റേഷനിൽ വെച്ചത് അറിയാതെ പൊട്ടിത്തെറിച്ചതാണ് എന്നാണ് സർക്കാരിന്റെ ഭാഷ്യം. ഡൽഹിയിൽ ഭീകരാക്രമണം ഉണ്ടായി അന്ന് തന്നെ മോദി ഭൂട്ടാന്റെ രാജാവിന്റെ ജന്മദിനം ആഘോഷിക്കുന്നതിനു വേണ്ടി രാജ്യത്ത് നിന്ന് കടന്നു കളയുകയാണ് ചെയ്തത്. എന്നിട്ട് ഭൂട്ടാനിൽ വെച്ച് പറഞ്ഞത്, ഈ തീവ്രവാദ ആക്രമണങ്ങൾക്ക് പിന്നിലുള്ളവരെ വെറുതെ വിടുകയില്ല, ഞാൻ വളരെ മനസ്താപത്തോടെയാണ്, വളരെ സങ്കടത്തോടെയാണ് ഭൂട്ടാന്റെ രാജാവിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി എത്തിയത് എന്നൊക്കെയാണ്. ഇപ്പോഴിതാ 2 വലിയ തീവ്രവാദ ആക്രമണം ഉണ്ടായി കൃത്യം 15 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ കൊടിയുയർത്താൻ പോയ മോദി റോഡ് ഷോ നടത്തുന്നു. എന്നാൽ ജനങ്ങൾക്ക് ഇതെല്ലാം മടുത്തിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഇതിലെ ശുഷ്കമായ ജനസാന്നിധ്യം. ആളുകളെയെല്ലാം നിർബന്ധിച്ച് ഭയപ്പെടുത്തി വിളിപ്പിച്ചിട്ടും വലിയ ഒരു ജനസാന്നിധ്യം ഈ റോഡ് ഷോയ്ക്ക് ഉണ്ടായില്ല എന്നത് തെളിയിക്കുന്നത് മറ്റൊന്നുമല്ല, ജനങ്ങൾ ഇതെല്ലാം മടുത്തു എന്നുള്ളതാണ്. എങ്ങനെയാണ് വിവേകമുള്ള ആളുകൾക്ക് രാജ്യത്ത് ഭീകരാക്രമണം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു റോഡ് ഷോ നടത്താൻ യാതൊരു മടിയും തോന്നാത്തത്? എന്നാൽ അതിലും ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്താണ് എന്ന് വെച്ചാൽ, ഈ റോഡ് ഷോയുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് നടത്തുന്ന ചാനലായ ദൂരദർശന്റെ ആങ്കർ നടത്തുന്ന മോദി സ്തുതിയാണ്. രാമഭഗവാനെ സ്വാഗതം ചെയ്യുന്നതിനോടാണ് മോദിയെ സ്വാഗതം ചെയ്യുന്നതിനെ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ഓടുന്ന ദൂരദർശന്റെ ആങ്കർ തുലനം ചെയ്യുന്നത്. രാജ്യത്ത് എന്ത് സംഭവിച്ചാലും മോദിക്ക് പ്രശ്നമല്ല, തൻ്റെ മേൽ ആളുകൾ പൂക്കൾ വർഷിക്കണം, മോദി മോദി വിളിക്കണം. എന്നാൽ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് എന്റെയും നിങ്ങളുടെയും പണം കൊണ്ട് ഓടുന്ന ദൂരദർശൻ ചാനൽ നടത്തുന്ന നാണംകെട്ട മോദി PR വർക്ക് ഒരു തരത്തിലും ശരിയായ കാര്യമല്ല. ഇവിടെ മോദിയുടെ വാഹന വ്യൂഹം കടന്നു വരികയാണ്. വഴിസൈഡിൽ ആളുകളെ നിർബന്ധിച്ച് വരിവരിയായി നിർത്തി മോദിയുടെ വാഹനത്തിലേക്ക് പുഷ്പവൃഷ്ടി നടത്തിക്കുകയാണ്. രാജ്യത്ത് ഭീകരാക്രമണം നടന്ന് 15 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പരിപാടി രാമക്ഷേത്രത്തിന്റെ പതാക ഉയർത്തൽ ആണോ അതെയോ മോദിയുടെ PR വർക്കാണോ? जहां पर प्रधानमंत्री नरेंद्र मोदी का पुष्प वर्षा करके स्वागत किया जा रहा है। सुमन वृष्टि नभ संकुल भवन चले सुखकंद, चढ़ी अटारिन्ह देखहि नगर नार नरवृंद। आज अगर देखें तो त्रेता युग सरीखी पुनरावृत्ति हो रही है। ദൂരദർശന്റെ ആങ്കർ പറയുകയാണ്, എത്തരത്തിലുള്ള സ്വീകരണമാണ് വൈബ്രന്റായ അയോധ്യ പുഷ്പവൃഷ്ടി നടത്തി മോദിക്ക് നൽകുന്നത് എന്ന്. ഇവിടെ ആളുകൾ സ്വമനസാലെ മോദിക്ക് പുഷ്പവൃഷ്ടി നടത്തുന്നതാണോ? ഇന്ന് ഇവിടെ നോക്കുകയാണെങ്കിൽ ത്രേതായുഗത്തിന്റെ പുനരാവിഷ്കാരമാണ് മോദിയുടെ ഈ റോഡ് ഷോ. जब त्रेता युग में भगवान श्री राम राज्याभिषेक के लिए लंका विजय करके धर्म स्थापना के लिए अयोध्या आए थे, तो नर नारी खग वृंद सबने पुष्प वर्षा करके स्वागत किया था। അന്ന് ത്രേതായുഗത്തിൽ ഭഗവാൻ ശ്രീരാമൻ രാജാവാകുന്നതിനു വേണ്ടി ലങ്കയെ വിജയിച്ച് ധർമ്മസ്ഥാപനത്തിനായി അയോധ്യയിൽ വന്നു. അപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും പക്ഷികളും എല്ലാവരും പുഷ്പവൃഷ്ടി നടത്തി ശ്രീരാമനെ സ്വാഗതം ചെയ്തു. और आज
वही उत्साह, वही ऊर्जा अयोध्या के इस फिजाओं में है कि जहां पर पुष्पवर्षा हो रही है। ഇന്ന് അതേ ഊർജത്തോടു കൂടിയാണ് മോദിക്ക് മേൽ ആളുകൾ പുഷ്പവൃഷ്ടി നടത്തുന്നത് എന്ന്. മോദിയുടെ മേൽ പുരുഷന്മാരും സ്ത്രീകളും മാത്രമല്ല പക്ഷികൾ വരെയാണ് പുഷ്പവൃഷ്ടി നടത്തുന്നത് എന്ന് സർക്കാർ ചാനലിന്റെ ആങ്കർ പറയുന്നു. ഏതെങ്കിലും യൂട്യൂബ് ചാനൽ നടത്തുന്ന ഭക്തൻ ഇങ്ങനെ പറയുകയാണെങ്കിൽ അതിന് ഒരു ന്യായീകരണമുണ്ടോ എന്ന് വിചാരിക്കാം. എന്നാൽ രാജ്യത്തിന്റെ ഔദ്യോഗിക ചാനലായ ദൂരദർശന്റെ ആങ്കർ പറയുന്നു മോദിയുടെ മേൽ പക്ഷികൾ വരെ പുഷ്പവൃഷ്ടി നടത്തുകയാണ് എന്ന്. ത്രേതായുഗത്തിൽ ശ്രീരാമൻ യുദ്ധം വിജയിച്ചു വന്നപ്പോൾ കണ്ട അതേ കാഴ്ചയാണ് മോദിയുടെ മേൽ ഇങ്ങനെ പുഷ്പവൃഷ്ടി നടത്തുമ്പോൾ കാണുന്നത് എന്ന്. മതഭ്രാന്ത് പിടിച്ച വിവേകമില്ലാത്ത 5 പൈസയുടെ സംസ്കാരമില്ലാത്ത ആളെ മഹാനാക്കുന്നതിനു വേണ്ടി, ദൈവമാക്കുന്നതിനു വേണ്ടി ജനങ്ങളുടെ നികുതിപ്പണം വിഴുങ്ങി ജീവിക്കുന്ന ഇവനൊക്കെ പറയുന്ന വാക്കുകൾ. ഇനി ഇവിടെ മോദി പതാക ഉയർത്തുന്ന ചടങ്ങിന്റെ ദൃശ്യങ്ങൾ കണ്ടുകൊള്ളൂ. ഇത് കാണുമ്പോൾ രാമക്ഷേത്രത്തിന്റെ പതാക ഉയർത്തൽ ആണോ അതോ മോദിയുടെ PR ഉയർത്തൽ ആണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാനാവില്ല എന്ന് വ്യക്തമാണല്ലോ. ഇനി വലിയ മ്യൂസിക്കിന്റെ അകമ്പടിയോടുകൂടി മോദിയുടെ മന്ദഭക്തരെല്ലാം പങ്കുവച്ച ഒരു വീഡിയോ ആണ് മോദി ഇവിടെ കൈകൂപ്പി സ്തുതിക്കുന്നത്. അതിൽ മോദിയുടെ കൈകൾ ആലില പോലെ വിറയ്ക്കുന്നുണ്ട്. ആദ്യം ആ വീഡിയോ കണ്ടോ. ആദ്യം മുതൽ അവസാനം വരെ കൈകൾ കിടന്ന് വിറയ്ക്കുകയാണ്. എന്തൊക്കെ ക്യാപ്ഷനോടെയാണ് ചില മന്ദഭക്തർ ഇത് പങ്കുവച്ചത് എന്ന് കണ്ടുകൊള്ളൂ. റാം എന്നു പേരുള്ള മന്ദഭക്തൻ ഇത് പങ്കുവച്ചുകൊണ്ട് എഴുതിയത് മോദി അയോധ്യയിൽ വളരെ ഇമോഷണൽ ആയി. പ്രാണപ്രതിഷ്ഠയുടെ അന്നും ഇങ്ങനെയായിരുന്നു. ആ വികാരത്തള്ളൽ കൊണ്ട്, ഇമോഷന്റെ കുത്തിത്തള്ളൽ കൊണ്ടാണ് കൈകൾ ഇങ്ങനെ വിറയ്ക്കുന്നത് എന്നാണ് അയാൾ എഴുതിയത്. ഇനി അതിലും വളരെ രസകരമാണ് വേറെയൊരു മന്ദഭക്ത എഴുതിയത്. യഥാർത്ഥത്തിൽ ഇത് ഒരു സ്ത്രീയാണോ അല്ലയോ ഡോക്ടറാണോ അല്ലയോ എന്ന് അറിയില്ല. കാരണം സംഘികളുടെ അക്കൗണ്ടുകൾ 90% വ്യാജമാണ്. ഡോക്ടർ അർച്ചന സിംഗ് എന്നാണ് ഈ അക്കൗണ്ടിന്റെ പേര്. ഒരു വ്യക്തിയുടെ കൈകൾ വിറയ്ക്കുകയാണ് എന്ന് എഴുതിയതിന് മറുപടിയായിട്ടാണ് ഡോക്ടറാണെന്ന് പറയുന്ന ഈ ഫേക്ക് സംഘി ഇങ്ങനെ എഴുതിയത്. അറിവില്ലായ്മ, പബ്ലിക് വിഡിത്തം ഒഴിവാക്കണം. നിങ്ങളുടെ അറിവിനു വേണ്ടി ഈ ടെക്നിക്കിന് പറയുന്ന പേര് നാഗഹസ്ത കമ്പാൻ എന്നാണ്. മൂർഖന്റെ പത്തി വിടർത്തി ആടുന്ന തരത്തിലുള്ള ഒരു കൈമുദ്ര. പിന്നെ കുറെ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ഇത് ഉപനിഷത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് ഭക്തി മൂത്ത് ഭ്രാന്തായി എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെ ഒരു കാര്യം ഉപനിഷത്തിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ മോദിയുടെ ഈ കൈകൾ വിറയ്ക്കുന്നത് പ്രായം കൊണ്ടുവരുന്ന കൈയുടെ വിറയലും എസൻഷ്യൽ ട്രെമർ എന്ന് പറയുന്ന കൈയുടെ വിറയലുമാണ്. എസൻഷ്യൽ ട്രെമർ എന്താണ് എന്നറിയില്ലാത്തവർ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി മനസ്സിലാക്കേണ്ടതാണ്. കഴിഞ്ഞ 1 വർഷത്തിലധികമായി മോദിയുടെ പ്രസംഗങ്ങളും പരിപാടികളും ഒക്കെ കാണുന്ന ആളുകൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാവുന്ന കാര്യമാണ് മോദിയുടെ കൈകൾ വിറയ്ക്കുന്നത്. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ കാലത്ത് ഒഡീഷയിൽ ഇലക്ഷൻ പ്രചരണത്തിന് പോയ മോദി നവീൻ പട്നായിക്കിന്റെ കൈ വിറയ്ക്കുന്നത് കളിയാക്കി ഇതിനെക്കുറിച്ച് ഞാൻ വലിയ ഒരു അന്വേഷണം നടത്തും എന്നൊക്കെ പറഞ്ഞതാണ്. ആ പറഞ്ഞ മോദിയുടെ കൈകളും ദിനം പ്രതി വിറയൽ കൂടിക്കൂടി വരികയാണ്. പ്രായാധിക്യം കൊണ്ടോ രോഗം കൊണ്ടോ ആളുകളുടെ കൈ വിറയ്ക്കുന്നത് ഒരിക്കലും കളിയാക്കേണ്ട കാര്യമല്ല. അതിനാൽ മോദിയുടെ കൈ വിറയ്ക്കുന്നതിനെ ഞാൻ കളിയാക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഈ വ്യക്തി നവീൻ പട്നായിക്കിന്റെ കൈ വിറയ്ക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത് ഓർക്കുമ്പോൾ ബൂമറാങ് പോലെ മോദിക്ക് തന്നെ അത് തിരിച്ചടിച്ചിരിക്കുകയാണ് എന്ന് കണ്ടല്ലോ. ഒരിക്കലും തൻ്റേതല്ലാത്ത കുറ്റത്താൽ ആർക്കെങ്കിലും വരുന്ന രോഗത്തെയോ രോഗാവസ്ഥയെയോ പരിഹസിക്കരുത് എന്നെങ്കിലുമുള്ള സാമാന്യബോധം മോദിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. പക്ഷേ സുഹൃത്തുക്കളെ, മോദിയുടെ കൈ ഇവിടെ വിറയ്ക്കുന്നത് പ്രായം കൊണ്ട് വരുന്നതോ എസൻഷ്യൽ ട്രെമറോ അല്ല, നാഗഹസ്തയാണെന്ന് ഭക്തന്മാർ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നല്ലോ അല്ലേ. രാമക്ഷേത്രത്തിന്റെ കൊടിയുയർത്തൽ പരിപാടി എന്ന പേരിൽ റോഡ് ഷോ നടത്തി സ്വന്തം മേൽ പുഷ്പവൃഷ്ടി നടത്തിച്ച് PR വർക്ക് നടത്തിക്കുന്ന മോദിയുടെ ദിനം പ്രതിയായ ഇത്തരം പ്രവൃത്തികളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?